പരിവാർ സംഘടനകളുടെ ക്രൈസ്തവ വേട്ട അവസാനിപ്പിക്കണമെന്ന് സിറോ മലബാർ സഭ. സംഘപരിവാർ സംഘടനയായ ബജ്റംഗ് ദൾ ഒഡീഷയിൽ മലയാളി കത്തോലിക്ക വൈദികരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ച സംഭവത്തിൽ സിറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ അതിശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഓഗസ്റ്റ് 6 ബുധനാഴ്ച വൈകുന്നേരം 5 മണിക്ക് ഒഡീഷ ജലേശ്വർ ജില്ലയിലെ ഗംഗാധർ ഗ്രാമത്തിലാണ് മതപരിവർത്തനം ആരോപിച്ച് ആക്രമണം ഉണ്ടായത്. സംഘപരിവാർ സംഘടനകളുടെ തീവ്ര നിലപാടുകൾ മൂലം ജീവിക്കാൻ തന്നെ കഴിയാത്ത വിധം അരക്ഷിതാവസ്ഥയിലാണ് ക്രൈസ്തവരെന്നും സിറോ മലബാർ സഭ ആശങ്ക രേഖപ്പെടുത്തി. ഒഡീഷ ഭരിക്കുന്നത് BJP ആണെന്നോർക്കുക. ക്രിസ്ത്യാനികളെ ഇവിടെ വേണ്ട, നിങ്ങളിവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് അക്രമികൾ വിളിച്ചു പറയുന്നതായി ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തി. സംഭവസ്ഥലത്ത് പോലീസ് എത്തിയെങ്കിലും കേസെടുക്കാൻ തയ്യാറായില്ല എന്നത് നിയമ സംവിധാനങ്ങളെ വർഗീയ ശക്തികൾ നിയന്ത്രിക്കുന്നതിന്റെ തെളിവാണെന്ന് സിറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഛത്തീസ്ഗഡിൽ നിയമം കയ്യിലെടുത്ത് അഴിഞ്ഞാടിയിട്ടും ഭരണകൂടം ഒരു നടപടിയും ഇവർക്കെതിരെ എടുക്കാൻ തയ്യാറാവാത്തതാണ് വീണ്ടും ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ആക്രമിക്കാനും പരിവാർ സംഘടനകൾക്ക് ധൈര്യം നൽകുന്നതെന്ന് സിറോ മലബാർ സഭ പ്രസ്താവിച്ചു. BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും പരിവാർ സംഘങ്ങളുടെ തീവ്ര നിലപാടുകൾ മൂലം ജീവിക്കാൻ തന്നെ കഴിയാത്ത വിധം അരക്ഷിതാവസ്ഥയിലാണ് ക്രൈസ്തവരെന്നും ആശങ്ക പ്രകടമാക്കി. ജനാധിപത്യ അവകാശങ്ങൾക്കുമേൽ കടന്നുകയറുന്ന വർഗീയ സംഘങ്ങൾ ഭാരതത്തിന്റെ മതേതര സ്വഭാവത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് ക്രൈസ്തവർക്കു നേരെ വർദ്ധിച്ചുവരുന്ന അസഹിഷ്ണുതയിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടുകയും ക്രൈസ്തവർക്ക് നീതി ഉറപ്പാക്കുകയും വേണമെന്നും സിറോ മലബാർ സഭ ആവശ്യപ്പെട്ടു. ബാലസോർ രൂപതയുടെ കീഴിലുള്ള വൈദികരായ ഫാദർ ലിജോ നിരപ്പേലും ഫാദർ ജോജോയും 2 കന്യാസ്ത്രീകളും ഏതാനും മിഷൻ പ്രവർത്തകരും ചേർന്ന് മരിച്ചവർക്കായുള്ള കുർബാന അർപ്പിക്കാനാണ് ഓഗസ്റ്റ് 6 ബുധനാഴ്ച വൈകുന്നേരം 5 മണിക്ക് ഗംഗാധർ ഗ്രാമത്തിലെ പള്ളിയിലെത്തിയത്. കുർബാന കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് 70ഓളം വരുന്ന ബജ്റംഗ് ദൾ പ്രവർത്തകർ വഴിയിൽ തടഞ്ഞു നിർത്തി വൈദികരെയും കൂടെയുണ്ടായിരുന്ന സഹായിയെയും ഭീകരമായി മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് 2 വൈദികരുടെയും മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയും വാഹനങ്ങൾക്ക് കേടുവരുത്തുകയും ചെയ്തു. ഷെക്കിന ന്യൂസ്, കൊച്ചി.